ഹലോ കൂട്ടുകാരെ, നമ്മുടെ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നാളത്തെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ഇന്ന് അക്ബറും ഷാനവാസുമായിട്ടായിരുന്നു ഫൈറ്റെങ്കിൽ നാളെ എല്ലാവരും, അതായത് വൈൽഡ് കാർഡും അവിടെ ഉള്ളവരുമായിട്ടാണ്, ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോഴുള്ളവരും വൈൽഡ് കാർഡുമായിട്ടാണ് നാളത്തെ യുദ്ധം. പ്രൊമോയിൽ അങ്ങനെയാണ് കാണുന്നത്. നാളെ ഒരു വൻ അടി നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ടാസ്ക് കൊടുക്കുകയാണ്, പണിപ്പുരയിൽ പോകാനായിട്ടുള്ള ടാസ്ക്കാണ് ബിഗ് ബോസ് കൊടുക്കുന്നത്. ടാസ്കിൽ ജിഷൻ കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ആ ജിഷൻ്റെ കയ്യിൽ നിന്ന് കുറേ സാധനങ്ങൾ അക്ബർ തട്ടിപ്പറിച്ച് ദൂരേക്ക് എറിയുന്നു. അവിടെ നിന്നാണ് അടിയുടെ തുടക്കം എന്നാണ് തോന്നുന്നത്. പിന്നെ പ്രൊമോ നമുക്ക് എല്ലാം വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. പ്രൊമോയിൽ കാണിക്കുന്നത് ചിലപ്പോൾ എപ്പിസോഡിൽ കാണിക്കണമെന്നില്ല. എന്തായാലും നാളെ ഒരു അടി ഉറപ്പാണ്. കാരണം ജിഷൻ്റെ കയ്യിൽ നിന്നൊക്കെ അക്ബർ വലിച്ച് എടുത്തെറിയുമ്പോൾ എന്തായാലും അവിടെ ഫൈറ്റ് നടക്കും. ഈ ആര്യനൊക്കെ എന്താണ് അവിടെ കാട്ടിക്കൂട്ടുന്നതെന്ന് അറിയത്തില്ല. ഈ ആര്യനെയൊക്കെ എടുത്ത് ദൂരെ കളയേണ്ട സമയം കഴിഞ്ഞു. അതുപോലെ തന്നെ ശൈത്യ എടുത്ത് ദൂരെ കളയേണ്ട സമയം കഴിഞ്ഞു. ശൈത്യ ഇത്രയും ദിവസം അവിടെ പതുങ്ങിയിരുന്ന് അനുമോളുടെ പിന്നാലെ നടന്നിട്ട് ഇപ്പം എല്ലായിടത്തും പോയി പറയുന്നത് അനുമോളാണ് ശൈത്യയുടെ പിന്നാലെ നടന്നതെന്നും ശൈത്യ എല്ലാവരെയും തിരിച്ച്, അതായത് അനുമോളുടെ കുറ്റങ്ങൾ എല്ലാവരുടെ പോയി അവരെല്ലാം അനുവിൻ്റെ കൂടെ ഉള്ളവരടുത്തൊക്കെ പോയി പറഞ്ഞ് അനുമോളെ അവരുടെ ശത്രു ഗണത്തിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശൈത്യ. ഇപ്പോൾ ആദിലെ നൂറയൊക്കെ അനുവിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരാണ്, അനുവിനെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ആ സപ്പോർട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശൈത്യ പോയി ആദിലോട് കുറേ അനുവിൻ്റെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ട് ആദില ആകെ കൺഫ്യൂസ്ഡാണ്. ആദിലയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല ആരാ ശരി ആരാ തെറ്റെന്ന്. എന്തായാലും ശൈത്യയ്ക്ക് നല്ലൊരു പേര് വീണിട്ടുണ്ട്, കട്ടപ്പ, പിന്നിൽ നിന്ന് കുത്തുന്നവൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.